ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക്കി അഥവാ ചുരങ്ങ എന്ന് പറയും. വളരെയധികം പോഷക ഗുണങ്ങളുള്ള ലോക്കി കൊണ്ടുള്ള ഒരു മസാലക്കറിയാണ്. ഇടത്തരം ഒരു ലോക്കിയാണ്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇതൊന്ന് കഴുകി എടുക്കണം. ഇതിൽ വെള്ളത്തിൻ്റെ അംശം ധാരാളമുണ്ട്. അതുകൊണ്ട് കറി വെച്ച് കഴിഞ്ഞാൽ നേരെ പകുതിയായിട്ട് വരും. കഷ്ണങ്ങളെല്ലാം കഴുകി എടുത്ത് വെച്ചു. ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. ചീഞ്ചട്ടി ചൂടായതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം കടുക് ഇട്ട് പൊട്ടിക്കുക. 1/2 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. അതും പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഇടത്തരം സവാള അത് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ 5-6 വെളുത്തുള്ളി ചതച്ചും കൂടെ ഇട്ട് കൊടുക്കുക. എല്ലാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരണം. ഒരു കറുവേടയിലയും 2 കഷ്ണം കറുവപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ലോക്കിയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കുക. ഒരു 5 മിനിറ്റ് ചെറുതീയിൽ വേവിച്ചെടുക്കുക. എന്നതിന് ശേഷം തുറന്നു നോക്കുക. ലോക്കിയുടെ കഷ്ണമൊക്കെ ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടിയെല്ലാം ചേർത്ത് കൊടുക്കും. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം 2 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇടത്തരം തക്കാളിയാണ്. അത് ചെറുതാക്കി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഗരം മസാലപ്പൊടിയാണ്. ഇത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് അടച്ചു വെക്കുക. മസാലയിൽ കിടന്ന് തക്കാളിയും ലോക്കിയുടെ കഷ്ണമൊക്കെ ഒന്നും കൂടെ വഴണ്ട് വരണം. 2-3 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. പച്ചമുളകും കറിവേപ്പില ഇടാൻ വിട്ടുപോയി. അപ്പോൾ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എപ്പോഴും എണ്ണയിലിട്ട് കൊടുക്കണം. അന്നേരമാണ് അതിൻ്റെ ആ ഫ്ലേവർ ഇങ്ങോട്ട് നന്നായിട്ട് വരിക. അല്പം കൂടെ ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടി മൂടി വെക്കുക. 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടെ തുറന്ന് നോക്കാം. അപ്പോഴത്തേനും കറി നന്നായിട്ട് വഴണ്ട് വരും. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. കരിഞ്ഞു പിടിച്ചിട്ടൊന്നുമില്ല. ചെറിയ തീയിൽ വേണം വെക്കാൻ. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. എന്നതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കറി ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. ആവശ്യമെങ്കിൽ ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാൻ കറിവേപ്പിലയാണ് ഇട്ടത്, അതുകൊണ്ട് മല്ലിയില ചേർത്തിട്ടില്ല. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാം. ലോക്കി മസാലക്കറി വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് ഷെയർ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.